ചേച്ചി എന്താ എന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാത്തത്? ചേച്ചിക്ക് വേണ്ടിയാ രണ്ടാമതൊരു കല്യാണം കഴിക്കാതെ ഒറ്റ തടിയായി ഇത്രയും കാലം ഞാൻ കഴിഞ്ഞത്. ഈ ഒറ്റപ്പെടൽ ഏകാന്തതയൊക്കെ മടുത്തു എനിക്ക്. അപ്പോ ഇതൊന്നും എനിക്കിൽ നിന്നാണ് നീ പറയുന്നേ? ഞാൻ എന്താ കരിക്കല്ലാണോ? നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും നാളും ജീവിച്ചേ. നിനക്ക് വേണ്ടി മാത്രം. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്റെ സകല കാര്യങ്ങളും ഇത്രയും കാലം നോക്കിയത് ഞാൻ ഒരുത്തിയല്ലേ? എന്നിട്ട് ഒരു വൃത്തികെട്ട് ഇവിടെ കയറി വന്നപ്പോ ചേച്ചി നീ നീ എന്നെ തല്ലാൻ കഴിയുകയല്ലേ? എവിടുന്ന് വലിഞ്ഞു കയറിയ ഒരു പെണ്ണിന് വേണ്ടി എന്നെ തല്ലാൻ ഒരുങ്ങി നീ. ഇനി എനിക്ക് ജീവിക്കണ്ട. കൊന്നേക്കട നീ എന്നെ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞ എനിക്ക് സഹിക്കില്ല. സ്വാർത്ഥതയാ ചേച്ചിയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന. അസൂയ ചേച്ചിക്ക് വർഷയോട്. ഇത്രയും കാലം നോക്കി പോലും ആ നോട്ടത്തില് അനിയനോടുള്ള സ്നേഹമായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ചേച്ചി വില കൽപ്പിച്ചെന്നെ. അപ്പൊ സ്നേഹമല്ലേ ചേച്ചിക്ക് ഗൾഫ് മാനോന്റെ ചേച്ചി എന്നുള്ള പദവിയിലുള്ള നോട്ടം? അത് പങ്കുവയ്ക്കാൻ വേറൊരു പെണ്ണ് വരുന്നതിലുള്ള അസൂയ. ആ പാവത്തിന്റെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതിന് പകരം അത്തൂൻ പോരിനിറങ്ങിയിരിക്കുന്നു. വേണ്ടായിരുന്നു ചേച്ചി, എന്നോടിത് വേണ്ടായിരുന്നു. ഇനി ചേച്ചിയുടെ സമ്മതമില്ലാതെ ആ ചടങ്ങ് ഞാൻ നടത്തും. വർഷയുടെ കഴുത്തിൽ താലി കിട്ടും ഞാൻ. ഫീസിന്റെ കാര്യത്തിൽ വക്കീൽ വിഷമിക്കണ്ട. എന്റെ ഏട്ടനെ രക്ഷിച്ച ചോദിക്കുന്ന പണം ഞാൻ തരും. സാക്ഷികളെ ഉണ്ടാക്കാൻ എത്ര കാശ് വേണം ചെലവഴിച്ചു വക്കീലെ? ഏട്ടനെ പുറത്തു കൊണ്ടുവരണം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എടി നശിച്ചവളെ, എന്നെ എന്റെ അനിയനെ തമ്മിൽ തല്ലിക്കാനാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ ചേച്ചി സംസ്കാരം ഇല്ലാത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത്? നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ? മിണ്ടരുത് നീ. എന്നെ സംസ്കാരം പഠിപ്പിക്കുക വലിഞ്ഞു കയറി വന്നിട്ട്. ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച എന്റെ അനിയനെ നീ വലയിട്ട് പിടിച്ച് വശീകരിച്ച ഒരു മൃഗമാക്കി. എന്നെ അമ്മയെ പോലെ കരുതിയവൻ ഇന്ന് എന്റെ നേരെ കൈയൊങ്ങി നീ കാരണം. ഏയ്, ചേച്ചിയെ തല്ലാനൊന്നും ഗോവിന്ദേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ എന്താ നീ പറഞ്ഞത്? ഗോവിന്ദേട്ടനോ? സാറ് വിളി മാറ്റി ഇപ്പൊ ചേട്ടനായോ? കൂടുതൽ അടുക്കുമ്പോ ഒരു മാറ്റം വേണ്ട ചേച്ചി. അതെടി, നീ ഈ വീട് മുഴുവൻ മാറ്റിമറിച്ചു. ലക്ഷങ്ങൾ മുടക്കി നിനക്ക് വേണ്ടി പുതിയ കമ്പനി പോലും തുടങ്ങിച്ചു. അതിനു പകരം ഗോവിന്ദേട്ടന് ഇന്നേ വരെ ആരും കൊടുക്കാത്ത സ്നേഹവും പരിചരണവും ഞാൻ കൊടുത്തില്ലേ? അതിന്റെ വില കോടികളാ ചേച്ചി. എങ്കിലൊരു1000 കോടിക്കുള്ള സ്നേഹവും പരിചരണവും എന്റെ അനിയന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പുരുഷന് വേണ്ടത് ചേച്ചിയുടെ പരിചരണമാണോ ചേച്ചി? ഒരു ഭാര്യയുടെ പരിചരണം അല്ലേ? അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയല്ലേ ചേച്ചിക്ക്? ഇതൊന്നും ശരിയല്ല ചേച്ചി. സ്വന്തം അനിയെ ഇത്തിരി സന്തോഷിക്കുന്നതില് അസൂയ പാടില്ല. അസൂയോ? എന്താണ് നീ പൊലമ്പുന്നേ? അതെ, അസൂയ തന്നെയാ. ചേച്ചിക്ക് കിട്ടാത്ത സുഖം ഗോവിന്ദേട്ടന് കിട്ടാൻ പോകുന്നതിലുള്ള അസൂയ. അതിനൊരു മരുന്നേ ഉള്ളൂ. എത്രയും വേഗം ചേച്ചി ഒരു കല്യാണം കഴിക്കാം. ഓ, നാത്തും പോരും ഞാൻ സഹിച്ചു. വേണമെങ്കിൽ ഇനിയും തല്ലിക്കോ, എന്നാലും ഞാൻ സഹിക്കും. കാരണം എന്താണെന്നോ? എന്റെ ഗോവിന്ദേട്ടനെ എനിക്ക് വേണം. ആ പാവത്തിന് ഇതുവരെ കിട്ടാത്ത സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ എനിക്ക് കൊടുക്കണം. ഇല്ലടി, നിന്റെ ഒരു മനോരാജ്യവും നടക്കില്ല. എന്റെ അനിയന്റെ ഭാര്യയായി നീ ജീവിക്കില്ല. ചോദിക്കാനും പറയാനും വേറെ ആണുങ്ങളുണ്ട്. അത് നിനക്കറിയില്ല. അവര് വരും, കൊടുങ്കാറ്റ് പോലെ വരും. വിളിച്ചു വരുത്ത ഞാൻ. പിന്നെ കൈയും കാലും തലയും പറ്റ ഒരു കവന്തമായിരിക്കും നീ.
ഡാഡി? അത് മക്കളെ, കഴിഞ്ഞ 2-3 ആഴ്ചയായി ഡാഡി വല്ലാത്ത വിഷമത്തിലാ. നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തു പറ്റി അങ്കിൾ? പറ്റിയത് വളരെ കൂടുതലാ. ഷെയർ മാർക്കറ്റിൽ പണ്ട് തൊട്ടേയുള്ള ആളാ ഞാൻ. നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേട്ടങ്ങളായിരുന്നു കൂടുതൽ. ഇപ്പോൾ പെട്ടെന്ന് 6 കമ്പനികളിൽ നിന്നായി 7.5 കോടി രൂപ ഡാഡിക്ക് നഷ്ടപ്പെട്ടു. കമ്പനിക്ക് വേണ്ടി ഡാഡി മുടക്കിയതൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോ പാപ്പരായ അവസ്ഥയിലാ. ഡാഡി, മോള് വിഷമിക്കണ്ട. ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. പക്ഷേ ഇനി കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കടലിൽ കല്ലിടുന്നത് പോലെ ഞാൻ അങ്ങോട്ടിടുന്നു എന്നല്ലാതെ ഒന്നും തിരിച്ചു വരുന്നില്ല. തിരിച്ചു പിടിക്കാനുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്ത് കാണുന്നില്ല. അത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടി ഞാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ കൂടെ നാട് ചുറ്റലാണോ നീ ചെയ്യുന്ന ശ്രമം? മമ്മി എന്തിനാ എപ്പോഴും സുധീഷേട്ടനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? വഴക്ക് വേണ്ട. നിന്റെ മമ്മി പറയുന്നതിലും കാര്യമില്ലേ? എന്താണിപ്പോ കമ്പനിയിൽ നടക്കുന്നത്? ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്നതൊക്കെ കയറ്റി വെച്ചിട്ട് മതി ഇനി പ്രൊഡക്ഷൻ എന്ന് തീരുമാനിക്കാനും പ്രൊഡക്ഷൻ നിർത്തിവെക്കാനും. എന്തുകൊണ്ട് സുധീഷിന് സാധിച്ചില്ല? യു ഹാവ് ടു സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ഇമ്മീഡിയറ്റ്ലി. ഗോഡൌൺ നിറയാറായി. ഇനി എവിടെ കൊണ്ടിടും പെട്ടികൾ? റോഡിലോ? അങ്കിള് പറയുന്ന കേട്ടാ തോന്നും ഇതിന് മുഴുവൻ ഉത്തരവാദി ഞാനാണെന്ന്. തലപ്പത്തിരിക്കുന്നവര് തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് രാജിവെക്കണോ? ആവാം. ഓ നോ സുധീഷ്. സുധീഷേട്ടാ, തൃപ്തിയായ മമ്മിക്കിപ്പോ? ഇല്ലടി, തൃപ്തിയായില്ല. അവൻ കമ്പനിക്ക് തീ കൊളുത്തുന്നതും കൂടെ കണ്ടിട്ട് എനിക്ക് തൃപ്തിയാവും. മോളെ, കരച്ചിലല്ല ഇതിനുള്ള പരിഹാരം. നീ കരയുമ്പോഴൊക്കെ ഓടി വന്ന് കണ്ണീര് തുടച്ചതാണോ ഡാഡിക്ക് പറ്റിയ തെറ്റ്? ഡാഡി, ഡാഡി തളർന്ന് തകർന്നു നിൽക്കുക മോളെ. ആരെയും ആശ്വസിപ്പിക്കാനുള്ള ശക്തി ഇപ്പോഴില്ല. കമ്പനി പച്ചപിടിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത് പറഞ്ഞു തരുമ്പോ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു നടന്നാൽ ദോഷം നിങ്ങൾക്ക് തന്നെയാ. ഇങ്ങനൊന്നുമല്ല ഡാഡി ബിസിനസ് ചെയ്തതും പണം ഉണ്ടാക്കിയതും. അധ്വാനിച്ചിട്ടാ. രാവും പകലും അധ്വാനിച്ചിട്ടാ. ഡാഡി, ഞാൻ നിന്റെ എല്ലാ പിടിവാശിക്കും എന്നും ഡാഡി കൂട്ടു നിന്നിട്ടുണ്ട്. മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഡാഡി എല്ലാം സഹിച്ചു. ഇനി വയ്യ മോളെ, വയ്യ. ഡാഡിക്ക് നിങ്ങൾ ഓരോരുത്തരും സങ്കടത്തിന്റെ മുള്ളുകളെ പകരമായി തന്നിട്ടുള്ളൂ. ഇനി വയ്യ. ഡാഡി ആകെ തളർന്നിരിക്കുക. നിന്നെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനുള്ള ശക്തി എനിക്കിപ്പോഴില്ല. നിന്റെ മമ്മിക്കതിന് കഴിഞ്ഞേക്കാം. എന്നും എല്ലാത്തിനും അവളുടേതായൊരു പരിഹാരം കണ്ടെത്തുന്നവളാ ശ്വേത. ഈ ഡാഡിയെ വെറുതെ വിട്ടേക്ക്. ചേച്ചി, ചേച്ചി ഇതെങ്ങോട്ടാ? എനിക്ക് സൗകര്യമുള്ളിടത്തേക്ക്. നീ എന്തിനാ അതറിയുന്നേ? ദേ, കൊച്ചുകുട്ടികളെ പോലെ വാശി കാണിക്കാതെ. നിനക്ക് വാശിയാവാം, എനിക്കത് പാടില്ല അല്ലേ? ഹ്, നല്ല ന്യായം. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇറങ്ങി പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, നീ എന്താ കരുതിയത്? ഞാൻ എന്നേക്കുമ്പോ ഇറങ്ങി പോവാണെന്നോ? അല്ലടാ, ഇത് തിരിച്ചു വരാൻ വേണ്ടിയുള്ള പോക്ക. ഇവിടെ കയറി പാർപ്പ് തുടങ്ങി ആ മൂദേവിയെ അടിച്ചിറക്കി ചാണകവെള്ളം തെളിക്കാതെ ഇന്ദിരാദേവിക്ക് നീ ഉറക്കമില്ല. നീ എന്ത് കരുതി ഞാനൊരു മണ്ടിയാണെന്നോ? എന്നെ ധിക്കരിക്കുമ്പോ നീ ഒരു കാര്യം മറന്നു. നിന്റെ സ്വത്തുക്കൾക്ക് വേറെയും അവകാശികളുണ്ടെന്ന്. അവരെയും കൂട്ടി വരൂടാ ഞാനിവിടെ. മാറി നിൽക്ക്. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്ന ചേച്ചി ഒന്ന് കേൾക്കണം. ചേച്ചിക്ക് എന്നെ അറിയാലോ. എന്റെ ഭാര്യയും കുട്ടിയും ആക്സിഡന്റ് മരിച്ചേ പിന്നെ ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് അറിയാത്ത ആളൊന്നുമല്ലോ ചേച്ചി.
ഒരിക്കലും വിട്ടുമാറാത്ത രോഗം. ചേച്ചി നിർബന്ധിച്ചപ്പോഴും അതുകൊണ്ട് മാത്രമാ ഞാൻ വിവാഹം കഴിക്കാത്തത്. അതുകൊണ്ട് മാത്രമാ ഒറ്റപ്പെടലിന്റെ ദുഃഖവുമായി ജീവിതകാലം മുഴുവൻ കഴിയാമെന്ന് കരുതിയത്. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ അപ്രതീക്ഷിതമായ ദൈവം എന്റെ മുന്നിൽ കൊണ്ടുവന്നു. ദൈവം മുന്നിൽ കൊണ്ടുവന്നാണെന്നോ? എടാ, കോടീശ്വരനായ നിന്നെ കുരുക്കാൻ അവൾ നടത്തിയ നാടകം ഇത്. കാറിന് മുന്നിൽ ചാട്ടവും പിന്നെയുള്ള സ്നേഹപ്രകടനവും ശുശ്രൂഷയൊക്കെ. ഇത്തരക്കാരി പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ വശീകരിക്കാനുള്ള എല്ലാ തന്ത്രവും അറിയാം. നിന്നെ പോലൊരു മണ്ടനെ കുരുക്കാൻ ഇതൊക്കെ ധാരാളം. കഷ്ടം, എന്റെ അനിയൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. ചേച്ചി കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വർഷേ ഞാനാ നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുവന്ന. ആരോരും ഇല്ലാതെ മരണം മാത്രം അഭയായി കരുതിയ ഒരു പാവം പെൺകുട്ടിക്ക് ഞാനൊരു ജീവൻ നൽകിയതാണോ ചേച്ചി തെറ്റ്? ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്ന് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കുറ്റം പറയില്ലായിരുന്നു. പക്ഷെ ഇതല്ല. ഇവളൊരു പിശാച. നീയും ഞാനുമായിട്ടുള്ള ബന്ധം മറുത്തു കളയാനും നിന്റെ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാനും വന്ന പിശാച്. പക്ഷേ ഞാൻ ആ പിശാചിനെ തളയ്ക്കും. നീ നോക്കിക്കോ. എന്തൊക്കെ വേണമെങ്കിലും ചേച്ചി പറഞ്ഞോ, പക്ഷേ ഈ വീട് വിട്ടിറങ്ങി പോകരുത്. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. ഇല്ലടാ, എവിടെയോ കിടന്ന ഒരു അലവലാതി പെണ്ണിന്റെ ആട്ടും തുപ്പുമേറ്റ് ഇവിടെ കഴിയുന്നതിലും ഭേദം മരണോ? മമ്മി, എനിക്ക് പോകിമാന്റെ സ്റ്റിക്കർ മതി. അതും തപ്പി ഞാൻ ഇവിടെ പോവാനാ? കടക്കാരൻ ഏതോ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, അതൊട്ടിച്ചാ മതി. എവിടെ? അത് അവിടെ എവിടെയുണ്ട്, നോക്ക്. അയ്യേ, ഇത് ബാർബിയാ. ഇത് പെണ്ണുങ്ങളുടെ സ്റ്റിക്കറാ, എനിക്ക് വേണ്ട. മമ്മി എനിക്ക് വേറെ മേടിച്ചു തന്നാ മതി. വാങ്ങി തരാടാ. വെക്കണേ അവിടെ. അമൽ, നീ എന്താ കാട്ടിയ? ഇവളെന്റെ പുസ്തകം തൊട്ടു, കള്ളി. അമ്മക്കുട്ടി അകത്തേക്ക് ചെല്ല. വേണമെങ്കിൽ ഒന്ന് തടവി കൊടുത്തേക്ക് പ്രതിവേട്ട. വിശാലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടെ? അവന്റെ സാധനങ്ങൾ ആരും തൊടുന്നത് അവന് ഇഷ്ടമല്ല. ചെല്ല, അകത്തേക്ക് ചെല്ല. അങ്കിൾ, എന്നെ സ്കൂളിൽ ചേർക്കുവോ? പൊടി കുറങ്ങി. നീ ഇവിടുത്തെ വേലക്കാരിയാ, സ്കൂളിൽ പോണം പോലും. എന്തിനു മോൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളും പഠിച്ചോട്ടെ. അയ്യോ, അല്ല, ഈ കൊല്ലത്തെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു പോയല്ലോ മോളെ. നമുക്ക് അടുത്ത കൊല്ലം ചേരാട്ടോ. വാ മോനെ വാ.